കൈപ്പത്തിക്ക് വോട്ട് ചെയ്താലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്താലും വേറെ സ്വതന്ത്രൻ വോട്ട് ചെയ്താലും പതിയുന്നത് താമരയാണ്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് ആരും ശരിയല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് അവരെ മുഴുവനും നിരാകരിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഒരു വാതിൽ അടയുമ്പോൾ 9 വാതിലുകൾ തുറക്കപ്പെടും എന്നാണ് പ്രമാണം. പക്ഷേ അടഞ്ഞുപോയ ഒരു വാതിലിൻ്റെ മുമ്പിൽ കിടന്ന് നിലവിളിക്കാനാണ് നമുക്ക് പലർക്കും താല്പര്യം. അതുകൊണ്ടാണ് നമുക്കായി തുറക്കപ്പെട്ട മറ്റു വാതിലുകൾ നമ്മൾ കാണാതിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ചിന്തിക്കുക. പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്ന് നമ്മളെ വല്ലാതെ അലട്ടുമ്പോഴും നമ്മുടെ ചുറ്റും അന്ധകാരമെന്ന് നിറയുമ്പോഴും നമുക്കായി തെളിഞ്ഞു കത്തുന്ന ഒരു തിരിനാളം ഉണ്ട് എന്നുറച്ചു വിശ്വസിക്കുക. അത് കണ്ടെത്താനുള്ള ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക. എല്ലാവർക്കും വലിയ വിജയങ്ങളുണ്ടാകട്ടെ എന്ന നല്ല ആശംസയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ ആരംഭിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ 2ാം പാർട്ടിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോ ക്ലാസ്സിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് വളരെ അധികം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യത്തെ മലയാളി ആരാണെന്നും തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ, പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. എന്താണ് നോട്ട എന്നതും എന്താണ് VVPAT സമ്പ്രദായം എന്നതും അതുപോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒന്ന് കടക്കാം. നോക്കൂ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നോട്ടയാണ്. NOTA, നോട്ട. ഫുൾ ഫോം എന്താണ്? നൺ ഓഫ് ദി അബവ്. നൺ ഓഫ് ദി അബവ് നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരു ടേമാണ്. പരീക്ഷകൾക്കൊക്കെ ചോദ്യപേപ്പർ കിട്ടുമ്പോൾ നമുക്കറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങളുടെയൊക്കെ നമ്മുടെ ആൻസർ ഇതാണ്, നൺ ഓഫ് ദി അബവ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ നൺ ഓഫ് ദി അബവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, നിഷേധ വോട്ട് എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അത് നമുക്ക് പറയാം നെഗറ്റീവ് വോട്ട് അല്ലെങ്കിൽ നിഷേധ വോട്ട്. എ നെഗറ്റീവ് വോട്ട് ദാറ്റ് എനി സിറ്റിസൺ ക്യാൻ കാസ്റ്റ് ഇഫ് ഹി ഓർ ഷീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദി കാൻഡിഡേറ്റ്സ്. അതാണ് നോട്ട എന്ന് പറയുന്നത്. അതായത് ഇഫ് എ candidate is not satisfied with all candidates in that particular constituency, he can poll in nota. നോട്ടയ്ക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇപ്പം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് ആരും ശരിയല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് അവരെ മുഴുവനും നിരാകരിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം നിരാകരിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ എനിക്കിപ്പോൾ ഒരു നിയമം, എനിക്കൊരു അവകാശം തന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നോട്ട, നിഷേധ വോട്ട്. അപ്പോൾ നോക്കൂ, എ നെഗറ്റീവ് വോട്ട് ദാറ്റ് എനി സിറ്റിസൺ ക്യാൻ കാസ്റ്റ് ഇഫ് ഹി ഓർ ഷീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദി കാൻഡിഡേറ്റ്. അതായത് നിലവിലെ സ്ഥാനാർത്ഥികളെ ആരെയും നമുക്ക് താല്പര്യമില്ല എങ്കിൽ, അല്ലെങ്കിൽ ആരും യോഗ്യരല്ല എന്ന് തോന്നിയാൽ അവരെ മുഴുവനും നിരാകരിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ ഒരു വോട്ടർക്ക് കഴിയും. അതിൻ്റെ പേരാണ് നൺ ഓഫ് ദി അബവ്. മുകളിൽ പറഞ്ഞ ആരും ശരിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നോക്കൂ, നോട്ട കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ ഇൻ 2013 സെപ്റ്റംബർ 27. 2013 സെപ്റ്റംബർ 27 ഇന്ത്യയിൽ നോട്ട നിലവിൽ വന്നത് ബൈ എ റൂളിംഗ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവിലൂടെയാണ്, ഒരു വിധിയിലൂടെയാണ് ഇന്ത്യയിൽ നോട്ട നിലവിൽ വന്നത്. ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും നോട്ട ഉണ്ട്. തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ നിങ്ങൾക്കറിയാം, EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഒരു നോട്ട ബട്ടൺ
സ്ഥിരമായിട്ടിപ്പോൾ ഉണ്ട്. നമുക്ക് പ്രതിഷേധ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം തരികയാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ നോക്കിയപ്പോൾ അതിൽ നിൽക്കുന്ന മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ, അവിടെ സ്വതന്ത്രരായി നിൽക്കുന്ന വ്യക്തികൾ, ഒരാളെയും നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ല. കാരണം എല്ലാവരിലും ചില ഡിസ്ക്വാളിഫിക്കേഷൻ നിങ്ങൾ കാണുന്നു, ക്വാളിഫിക്കേഷൻ ഒന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ്, ആർക്ക് വോട്ട് ചെയ്യണ്ട? അപ്പം സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാം, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ, ആർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ പോരെ എന്നൊരു ചോദ്യം വരാം. പക്ഷെ അങ്ങനെ ഇരുന്നാലുള്ള പ്രശ്നം എന്തെന്നറിയാമോ? അങ്ങനെ ഇരുന്നാൽ പ്രതിഷേധ വോട്ടാവൂല. അങ്ങനെ ഇരുന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്, നിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എന്തോ അസൗകര്യം കൊണ്ട് വോട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റാത്തത് വോട്ട് ചെയ്തില്ല, ഇങ്ങനൊരു നിഗമനത്തിലായിരിക്കും അത് എത്തിച്ചേരുന്നത്. പക്ഷേ നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, എനിക്ക് വോട്ട് ചെയ്യുകയും വേണം, ഒരാൾക്ക് ഞാൻ വോട്ട് കൊടുക്കുകയുമില്ല. അതാണ് പ്രതിഷേധ വോട്ട്. അല്ലാതെ വോട്ട് ചെയ്യാതെ വീട്ടിലിരുന്നാൽ അതെങ്ങനെ നിഷേധ ആവൂല. മറിച്ച് നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് ക്യൂ നിന്ന് വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി, പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു വരികയാണ്. അപ്പോഴേ അത് നിങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ഒരവസരം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ചുമ്മാ വീട്ടിലിരുന്നാൽ അത് പ്രതിഷേധമാകില്ല. അപ്പം നോട്ട came into force in India in 2013 September 27th by a ruling of Supreme Court. സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് പ്രകാരം the organization that gave public interest litigation for the legislation of NOTA, very important, the organization which was responsible for the legislation of NOTA നിയമത്തിന് കാരണമായ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷൻ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സുപ്രീം കോടതി കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇങ്ങനെ റൂളിംഗ് കൊണ്ടുവന്നത്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും, ഓർഗനൈസേഷൻ ദാറ്റ് ഗേവ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താൽപ്പര്യ ഹർജി മലയാളത്തിൽ പറഞ്ഞ, ഫോർ ലെജിസ്ലേഷൻ ഓഫ് നോട്ട നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ നോട്ട നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി സമർപ്പിച്ച സംഘടനയുടെ പേരെന്താണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദി ഓർഗനൈസേഷൻ ദാറ്റ് ഗേവ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫോർ ദി ലെജിസ്ലേഷൻ ഓഫ് നോട്ട, ആ സംഘടനയുടെ പേര് PUCL എന്നാണ്. PUCL, പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. അതിൻ്റെ ഫുൾ ഫോം അതാണ്, പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി. ഇതൊരു പൗരാവകാശ സംഘടനയാണ്. സിവിൽ റൈറ്റ്സ്, പൗരൻ്റെ സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട 1976 രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ്. 1976 അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ജയപ്രകാശ് നാരായണൻ. PUCL is a civil rights protection organization formed under leadership of Jayaprakash Narayanan in the year 1976. 1976 ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്, എമർജൻസിയൊക്കെ പഠിച്ചപ്പോൾ അല്ലേ. നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി നിലനിന്ന ഒരു സമയത്താണ്. അപ്പോഴാണ് പൗരാവകാശങ്ങൾ മുഴുവനും ലംഘിക്കപ്പെട്ടത്. ആ പൗരാവകാശങ്ങൾ മനുഷ്യന് വേണം, അത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോരാടിയ ഒരു സംഘടനയാണ് PUCL. ആ PUCL അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് നോട്ട അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തു. ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി 2013 സെപ്റ്റംബർ 27 ആയപ്പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇന്ത്യയിലെ വോട്ടർമാർക്ക് നോട്ട ഉപയോഗിക്കാൻ അവസരം നൽകിക്കൊണ്ട് ഒരു ഉത്തരവ് വന്നത്. അപ്പോൾ നോട്ട ബട്ടൺ ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ EVM. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എവിടെയാണ് നോട്ടയുടെ സ്ഥാനം? എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും പേരിൻ്റെ ഏറ്റവും ഒടുവിലായിട്ടാണ് നോട്ട ബട്ടൺ ഉള്ളത്. വോട്ട് ചെയ്യാൻ പോകുന്നവർ അതൊക്കെ കണ്ടിരിക്കും അല്ലേ? തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നവരാണല്ലോ നിങ്ങൾ. EVM കണ്ടിട്ടില്ലേ? അതിൻ്റെ ഏറ്റവും താഴെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരിന് ഏറ്റവും അടിയിലായി ഒരു നോട്ട ബട്ടൺ കണ്ടിട്ടില്ലേ? എവിടെ അല്ലേ? ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേര്, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം, ഇതല്ലാതെ നമ്മളൊന്നും കാണൂല. EVM ചെല്ലുന്നു, അത് മാത്രം നോക്കുന്നു, ഒരു കുത്തുന്നു,
ആ ഒരു ബീപ്പ് ശബ്ദം കേൾക്കുന്നു, ഇറങ്ങി ഓടുന്നു. അവിടെ പിന്നെ അതിൻ്റെ അടിയിലുള്ള ബട്ടൺ ഏതൊക്കെയാണ്, നോട്ട് എവിടെ കിടക്കുന്നു എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പഠിച്ചതല്ലേ, നിങ്ങൾ നോക്കണം. നമ്മൾ അങ്ങനെയൊന്നും പിടിച്ചൊന്നും ആരും പുറത്താക്കൂല. അതിൽ നിന്നൊരു പ്രോപ്പർ ടൈം കിട്ടുകയല്ലേ. വോട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പതുക്കെ താഴോട്ടൊന്ന് കണ്ണോടിക്കുക, നോട്ട ബട്ടൺ എവിടെ കിടക്കുന്നു കണ്ടുവയ്ക്കുക, രസകരമല്ലേ. അപ്പോൾ എന്താ, നോട്ട ബട്ടൺ ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ആൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. EVMൻ്റെ ഏറ്റവും അടിയിലായിട്ട്, അതായത് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പേരിൻ്റെ ലിസ്റ്റിലായിട്ട്. ഇവിടെ ഒരു പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഇഫ് നോട്ട ഗെറ്റ്സ് മോസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് ഇൻ എ കോൺസ്റ്റിറ്റ്യുവൻസി, ഒരുപാട് പേര് നോട്ടയ്ക്കാണ് വോട്ട് ചെയ്യുന്നത്. അവസാനം വോട്ടെണ്ണൽ വന്നപ്പോൾ നോട്ട ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇഫ് നോട്ട കംസ് ഫസ്റ്റ് പ്ലേസ്, വാട്ട് വിൽ ഹാപ്പൻ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്ത് പറയും? ഇഫ് നോട്ട ഗെറ്റ്സ് മോസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് ഇൻ എ കോൺസ്റ്റിറ്റ്യുവൻസി, ദി നെക്സ്റ്റ് കാൻഡിഡേറ്റ് വിത്ത് സെക്കൻഡ് മോസ്റ്റ് നമ്പർ ഓഫ് വോട്ട് ഈസ് ഡിക്ലെയർഡ് ദി വിന്നർ. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥിയായിരിക്കും. രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ആരാണോ അയാളെ വിജയിയായി പ്രഖ്യാപിക്കും. അല്ലാതെ നോട്ടയെ വിജയിയായി പ്രഖ്യാപിക്കില്ല. നമ്മൾ നോട്ടയ്ക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയാൽ നോട്ടയെ എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ MLA നോട്ടയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരില്ല. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിൻ്റാണ്. ഇഫ് നോട്ട ഗെറ്റ് മോസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് ഇൻ എ കോൺസ്റ്റിറ്റ്യുവൻസി വാട്ട് വിൽ ഹാപ്പൻ? എന്താ സംഭവിക്കുന്നത്? ദി നെക്സ്റ്റ് കാൻഡിഡേറ്റ്സ് വിത്ത് ദി സെക്കൻഡ് മോസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് ഈസ് ഡിക്ലെയർഡ് ദി വിന്നർ. ഏറ്റവും കൂടുതൽ വോട്ട് നോട്ട, രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥി ആരോ അദ്ദേഹമാണ് വിജയിയായി പ്രഖ്യാപിക്കുന്നത്. ഇതാണ് നോട്ടയ്ക്ക് ഭൂരിപക്ഷം നേടിയാൽ എന്ത് സംഭവിക്കും. അതായത് നെക്സ്റ്റ് കാൻഡിഡേറ്റ് വിത്ത് സെക്കൻഡ് മോസ്റ്റ് നമ്പർ ഓഫ് വോട്ട് ഈസ് ഡിക്ലെയർഡ് വിന്നർ. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ദി സിംബൽ ഓഫ് നോട്ട, നോട്ടയ്ക്കൊരു സിംബലുണ്ട്. സിംബൽ ഓഫ് നോട്ട വാസ് ഡിസൈൻഡ് ബൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ്. നോട്ടയുടെ സിംബൽ ഡിസൈൻ ചെയ്ത്. വാട്ട് ഈസ് ദി സിംബൽ ഓഫ് നോട്ട? അതായത് ഒരു ക്രോസ് മാർക്കാണ്. ബാലറ്റിൻ്റെ മുഖത്ത് ഓൺ ദി ഫേസ് ഓഫ് ബാലൻസ് ദർ ഈസ് എ ക്രോസ്. ഒരു കറുത്ത നിറത്തിൽ ഇങ്ങനെ ഒരു ക്രോസ് മാർക്കുണ്ട്. നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ഗൂഗിളിൽ കയറി സിംബൽ ഓഫ് നോട്ട എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നോട്ട സിംബൽ കാണാൻ പറ്റും. ഒരു കറുത്ത കുരിശടയാളം എന്ന് പറയാൻ പറ്റൂല, പക്ഷെ പല ബുക്കിലും മലയാളത്തിൽ കറുത്ത കുരിശടയാളം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചരിഞ്ഞ് വേണമെങ്കിൽ പറഞ്ഞോളൂ, ചരിഞ്ഞ കുരിശടയാളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ക്രോസ്, ഇങ്ങനെ ഒരു രണ്ട് കറുത്ത ക്രോസ് ബാർ ഇങ്ങനെ കാണാം, നോക്കിയാൽ മതി. അപ്പോൾ അതാണ് അതിൻ്റെ സിംബൽ. അപ്പോൾ ആ സിംബൽ ഡിസൈൻ ചെയ്ത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഹമ്മദാബാദാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഹമ്മദാബാദ് ഡിസൈൻഡ് ദി സിംബൽ ഓഫ് നോട്ട എന്നാണ്. ശരിക്കും നമ്മുടെ നോട്ട നിലവിൽ വന്നത് 2013 ആണെന്ന് പറഞ്ഞു. അപ്പോൾ സിംബൽ ഇല്ല. 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സിംബൽ എന്ന് പറയുന്നത്. അപ്പോൾ സിംബൽ ഓഫ് നോട്ട കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 2015 സെപ്റ്റംബർ 18. 2013 സെപ്റ്റംബർ 27 നോട്ട നിലവിൽ വന്നു എങ്കിലും നോട്ടയുടെ സിംബൽ നിലവിൽ വന്നത് 2015 സെപ്റ്റംബർ 18. സിംബൽ ഓഫ് നോട്ട കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 2015 സെപ്റ്റംബർ 18. നോക്കൂ, ദി ഫസ്റ്റ് കൺട്രി ടു ഇൻട്രൊഡ്യൂസ് നോട്ട, ലോകത്ത് ആദ്യമായിട്ട് നോട്ട നടപ്പാക്കിയ രാജ്യം ഫ്രാൻസ്. പ്രധാന ചോദ്യമാണ്, ഫസ്റ്റ് കൺട്രി ടു ഇൻട്രൊഡ്യൂസ് നോട്ട ഫ്രാൻസ് ആണ്. ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു ഇൻട്രൊഡ്യൂസ് നോട്ട ബംഗ്ലാദേശ്. ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു ഇൻട്രൊഡ്യൂസ് നോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യ ഏഷ്യൻ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ്. ക്ലിയർ ആയോ? നോട്ട വാസ് യൂസ്ഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഇൻ 2013. നമ്മൾ പറഞ്ഞു നോട്ട വന്നത് തന്നെ 2013. എന്നാൽ ഈ നോട്ട നിലവിൽ വന്ന ഈ നോട്ട ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് നോട്ട ഉപയോഗിച്ചത് ഏത് തെരഞ്ഞെടുപ്പിലാണ്? 4 സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നപ്പോഴാണ്. ഡൽഹി യൂണിയൻ ടെറിട്ടറി ആണെങ്കിലും സ്റ്റേറ്റ് പദവി ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ നോക്കൂ, 4
ഇടങ്ങളിൽ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടന്ന 2013, അതായത് നോട്ട നിലവിൽ വന്ന അതേ വർഷം അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, ഇലക്ഷൻ ഓഫ് ഡൽഹി, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ. ഡൽഹി, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ, ഈ 4 ഇടങ്ങളിൽ നടന്ന സ്റ്റേറ്റ് ഇലക്ഷനിലാണ് ആദ്യമായിട്ട് നോട്ട നടപ്പാക്കിയത്. പക്ഷേ ഒരു സംസ്ഥാനം മാത്രമായിട്ട് ചോദിച്ചാൽ നിങ്ങൾ ഡൽഹി എന്ന് തന്നെ പറഞ്ഞോളൂ. കാര്യം നോട്ട വാസ് ഫസ്റ്റ് കൗണ്ടർ ഇൻ ന്യൂഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് നോട്ട ആദ്യമായിട്ട് എണ്ണിത്തിട്ടപ്പെടുത്തി. ഈ 4 ഒരുമിച്ച് നോട്ട ഉപയോഗിച്ചുവെങ്കിലും നോട്ട വാസ് ഫസ്റ്റ് കൗണ്ടഡ് ഇൻ ഡൽഹി. അപ്പം നോട്ട വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എന്ന് ചോദിച്ചാലും നിങ്ങൾ ഡൽഹി എന്ന് തന്നെ പറഞ്ഞോളൂ. ആ സെൻസിൽ ഡൽഹി എന്ന് തന്നെ നമുക്ക് പറയാം. 4 സ്റ്റേറ്റിൽ ഒരുമിച്ചാണ് വന്നതെങ്കിലും ഡൽഹിയിലാണ് നോട്ട ആദ്യമായി കൗണ്ട് ചെയ്തത്. അതുകൊണ്ട് നോട്ട നടപ്പിലാക്കിയ ആദ്യ സ്ഥലം ഏതെന്ന് വെച്ചാൽ ഡൽഹി എന്ന് പഠിച്ചു വെച്ചോളുക. 14th country to introduce നോട്ട. ഇന്ത്യ വാസ് ദി 14th country to introduce നോട്ട. നോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്ത 14ാമത്തെ രാഷ്ട്രമാണ് ഇന്ത്യ. 15ാമത്തതോ നേപ്പാൾ. ഇന്ത്യക്ക് ശേഷം നോട്ട നടപ്പിലാക്കിയത് നേപ്പാളാണ്. 15th country to introduce നോട്ട നേപ്പാളാണ്. ഇത്രയും നോട്ടയെക്കുറിച്ച് ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് VVPAT. എന്താണ് VVPAT എന്ന് പറഞ്ഞാൽ? ഇതിന് ഫുൾ ഫോം ആദ്യം പഠിക്കുക. VVPAT എന്ന് പറഞ്ഞാൽ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ, VVPAT, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്താണെന്ന് നോക്കാം. ഇതെന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, എന്താണ് ഇതിൻ്റെ പ്രവർത്തനം നോക്കാം. ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ഡിറ്റക്റ്റ് പോസിബിൾ ഇലക്ഷൻ ഫ്രോഡ് ആൻഡ് ടു പ്രിവെൻറ്റ് ഇറഗുലാരിറ്റീസ് ഇൻ വോട്ടിംഗ് മെഷീൻസ്. വോട്ടിംഗ് മെഷീനിൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ചാൽ അത് കണ്ടെത്താനുള്ള ഒരു ആധുനിക സംവിധാനമാണ് VVPAT. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നപ്പോൾ തന്നെ നമ്മൾ സാധാരണ പേപ്പർ ബാലറ്റ് വഴി നടന്ന ചില കള്ളവോട്ടുകളൊക്കെ നമുക്കൊരു പരിധിവരെ തടയാൻ കഴിഞ്ഞു എന്ന് നമ്മൾ അഭിമാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അതിനേക്കാളേറെ കള്ളവോട്ടിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെ വന്ന് പലയിടത്ത് വോട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ നിങ്ങൾ കണ്ടു, ഈ ഏത് ചിഹ്നത്തിൽ നമ്മൾ പ്രസ് ചെയ്താലും ഒരു പർട്ടിക്കുലർ ചിഹ്നം മാത്രമേ റെക്കോർഡാകുന്നുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായി. എവിടെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൈപ്പത്തിക്ക് വോട്ട് ചെയ്താലും, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്താലും, വേറെ സ്വതന്ത്രൻ വോട്ട് ചെയ്താലും പതിയുന്നത് താമരയാണ്, BJPയുടെ ചിഹ്നമാണ് പതിഞ്ഞു വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എന്തൊക്കെയോ കൃത്രിമങ്ങൾ കാണിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. തിരിച്ചായാലും ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറ്റം പറഞ്ഞു എന്ന് പറയരുത്. ഇനി വേറെ ഭരണപക്ഷത്ത് കോൺഗ്രസ് വരുമ്പോഴും അങ്ങനെ തന്നെ ചിലപ്പം കൃത്രിമം കാണിക്കാം. സ്വാഭാവികമായിട്ട് ചില ഇലക്ഷൻ കമ്മീഷനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ഈ റൂളിംഗ് പാർട്ടി എന്നൊക്കെ പറയുന്നത്. എത്ര ഇൻഡിപെൻഡൻറ്റ് ബോഡി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നൊക്കെ പറഞ്ഞാലും വലിയ ഇൻഫ്ലുവൻസ് ഒക്കെ നടക്കുന്നുണ്ട്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് റൂളിംഗ് പാർട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് EVM-ൽ ചില കൃത്രിമങ്ങൾ വേണമെങ്കിൽ കാണിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അതിന് പോസിബിലിറ്റീസ് ഉണ്ട്, സാധ്യതയുണ്ട്. ആ സാധ്യത അടയ്ക്കുക എന്നതാണ് VVPAT-ൻ്റെ എൻട്രിയുടെ അല്ലെങ്കിൽ അതിൻ്റെ വരവോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ഡിറ്റക്റ്റ് പോസിബിലിറ്റീസ് ഓഫ് ഇലക്ഷൻ ഫ്രോഡ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവ ഫ്രോഡ് തടയുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ആൻഡ് ടു പ്രിവെൻറ്റ് ഇറഗുലാരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൃത്രിമങ്ങൾ തടയുക, ഫ്രോഡ് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് VVPAT സമ്പ്രദായം വന്നത്. ഇനി എന്താണെന്ന് പറയാം നമുക്ക്. ദിസ് ഈസ് സിസ്റ്റം, അല്ലെങ്കിൽ ദിസ് സിസ്റ്റം അലൗസ് ദി വോട്ടേഴ്സ് ടു വെരിഫൈ ദെയർ വോട്ട്സ്. നമ്മൾ ചെയ്ത വോട്ട് ശരിയായ രീതിയിലായിരുന്നോ എന്ന് അപ്പോഴ് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണിത്. നിങ്ങളിനി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ VVPAT-ഉം കൂടെ ഒന്ന് നോക്കിക്കൊള്ളുക. നേരത്തെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നോട്ട്
അല്ലെങ്കിൽ ആ നോട്ട ബട്ടൺ നോക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സില്ല ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു അല്ലേ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ഏറ്റവും സ്ഥാനാർത്ഥികളുടെ ഏറ്റവും അടിയിലായി കാണുന്ന നോട്ട ബട്ടൺ നോക്കണം എന്ന് പറഞ്ഞതുപോലെ അതിനോടൊപ്പം കണക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു പ്രിൻ്റർ കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും, VVPAT എന്ന് പറയുന്നത്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക മാത്രമല്ല അവിടെ നമുക്കൊരു ഒരു 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 വളരെ കൗതുകരമായൊരു കാര്യം കാണാൻ പറ്റും. നമ്മൾ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും എല്ലാം ഈ പ്രിൻ്ററിൽ അതിൻ്റെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കും. ഒരു 7 സെക്കൻഡോളം ആ ഡിസ്പ്ലേ അവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ആ ഡിസ്പ്ലേ കട്ടാവുകയും ഒരു രസീത് നമുക്ക് കാണാം. ആ രസീതിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അടങ്ങുന്ന ആ രസീത് അവിടെ ഒരു ഗ്ലാസ് ബോക്സിലേക്ക് വീഴുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ചെയ്ത വോട്ട് ശരിയായ രീതിയിലായിരുന്നു എന്ന്. ഇനി എപ്പോഴെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ടെണ്ണലിൽ എന്തെങ്കിലും ഒരു തർക്കം വരുമ്പോൾ ഈ ഗ്ലാസ് ബോക്സിൽ കിടക്കുന്ന VVPAT റെസീറ്റ് പരിശോധിച്ചാൽ മതി. ഈ VVPAT റെസീറ്റ് വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടൂല കേട്ടോ. നിങ്ങൾ അങ്ങനെ നിർബന്ധം പിടിച്ചോളരുത്. ഞാൻ ഇതൊക്കെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ നിങ്ങളതെല്ലാം നോക്കി നിന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്തതിൻ്റെ റെസീറ്റ് ഗ്ലാസ് ബോക്സിൽ വരികയാണ്. ഉടൻ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് പ്രിസൈഡിങ് ഓഫീസറോട് പറയാണ് ഞാൻ വോട്ട് ചെയ്തതിൻ്റെ റെസീത് തരണമെന്ന് പറഞ്ഞാൽ തൂക്കിയെടുത്ത് വെളിയിൽ കളയും കേട്ടോ. അങ്ങനെ കിട്ടൂല. അത് നമുക്ക് കാണാൻ പറ്റും. അതായത് ദിസ് സിസ്റ്റം അലൗസ് ദി വോട്ടേഴ്സ് ടു വെരിഫൈ ദെയർ വോട്ട്. ചെയ്ത വോട്ടൊന്ന് വെരിഫൈ ചെയ്യുന്ന രീതിയാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെയ്ത ആളിൻ്റെ പേരും ചിഹ്നവും ഒക്കെ അടങ്ങുന്ന ഒരു റെസീറ്റ് നമ്മുടെ മുമ്പിൽ വന്ന് തന്നെ ഒരു ഗ്ലാസ് ബോക്സിൽ വീട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങൾ ചെയ്ത വോട്ട് പെർഫെക്റ്റ് ആയിരിക്കുന്നു. അതാണ് ഈ VVPATൻ്റെ ഒരു പ്രത്യേകത. ദിസ് സിസ്റ്റം അലൗസ് ദി വോട്ടർ ടു വെരിഫൈ ദെയർ വോട്ട്. ഇനി നോക്കൂ, VVPAT ഈസ് ദി ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം അറ്റാച്ച്ഡ് ടു ദി EVM പ്രിൻറ്റിംഗ്. നോക്കൂ, EVMത്തിലൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു എ പ്രിൻറ്റിംഗ് ബാലറ്റ് സ്ലിപ്പ് ഫോർ ഈച്ച് വോട്ട്. ഓരോ വോട്ടിനും ഒരു പ്രിൻറ്റിംഗ് ആയിട്ടുള്ള ബാലറ്റ് സ്ലിപ്പ് വരുന്ന രീതിയിൽ VVPAT ഏതിനോട് VVPAT ഈസ് ദി എന്താ പറയുന്നത് ഒരു പ്രിൻ്റർ യൂണിറ്റ് ആണ്. VVPAT ഈസ് എ പ്രിൻ്റർ യൂണിറ്റ്. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദി EVM. അറ്റ് ദി ടൈം ഓഫ് പോളിംഗ് ആൻ വോട്ടർ ക്യാൻ ഐഡൻറ്റിഫൈ ദെയർ വോട്ട് അല്ലെങ്കിൽ ഹിസ് വോട്ട്. അയാളുടെ വോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഇത് ഞാൻ ചെയ്ത വോട്ട് ശരിയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. ഒരു ട്രാൻസ്പെറൻറ്റ് സിസ്റ്റമാണ്. ആരും ആരോടും ഒന്നും പറയേണ്ട, ചോദിക്കേണ്ട. നമ്മൾ ചെയ്യുന്ന വോട്ട് വളരെ സുതാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിനാണ് നമ്മൾ VVPAT എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഇലക്ട്രോണിക് നോക്കൂ, VVPAT ഒക്കെ ഇതാ ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്രിൻറ്റിംഗ് യൂണിറ്റ്. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആ പ്രിൻറ്റിംഗ് യൂണിറ്റിൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയിൽ നമ്മുടെ വോട്ടിംഗ് ഡീറ്റെയിൽസൊക്കെ തെളിഞ്ഞു വരുന്നു. അത്രയേ ഉള്ളൂ. VVPAT അത്രയേ ഉള്ളൂ. VVPAT വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ചോദിക്കുന്ന ചോദ്യമാണ്. 2013 തന്നെ ഇതും വന്നു. 2013 നോട്ട വന്നതിൻ്റെയോടൊപ്പം തന്നെ ഇതും വന്നു അല്ലേ. അപ്പം VVPAT നോക്കൂ, VVPAT വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2013. എവിടെയാണ്? നോക്സൺ കോൺസ്റ്റിറ്റ്യുവൻസി, നാഗാലാൻഡിലെ ഒരു നോക്സൺ എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ VVPAT നടപ്പാക്കിയത്. VVPAT നടപ്പാക്കിയ ആദ്യ സ്ഥലം നോക്സൺ ആണ്. പരീക്ഷണാർത്ഥം VVPAT നടപ്പിലാക്കിയത് അത് ഒരു ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസിയായ നോക്സൺ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഇത് ആദ്യം നടപ്പാക്കിയത്. എന്നാൽ ഫസ്റ്റ് സ്റ്റേറ്റ് ടു യൂസ് VVPAT സിസ്റ്റം ഇൻ ഓൾ കോൺസ്റ്റിറ്റ്യുവൻസി, എല്ലാ മണ്ഡലങ്ങളിലും VVPAT സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം നാഗാലാൻഡിൽ നോക്സൺ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പരീക്ഷണാർത്ഥം ആദ്യമായി നടപ്പിലാക്കി 2013. എന്നാൽ ഒരു സംസ്ഥാനം ആദ്യമായിട്ട് അതിൻ്റെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും VVPAT സിസ്റ്റം ഏർപ്പെടുത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ ഗോവയാണ്. 2017. അപ്പോൾ അത് ചോദിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ് ടു യൂസ് VVPAT സിസ്റ്റം ഇൻ ഓൾ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഗോവ 2017 ആണ്. സെക്കൻഡ് സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശ്. അപ്പോൾ രണ്ടാമത്തെ സംസ്ഥാനം നോട്ട നടപ്പാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്.
ക്ലിയർ ആയല്ലോ? അപ്പം വി വി പാറ്റ് നോട്ടയും ഒരു ചെറിയ 2 യൂണിറ്റുകളായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ അത് വലിയ ചോദ്യങ്ങളൊന്നും അവിടെ ഇല്ല. ഇനി ഒരു ചെറിയ കാര്യവും കൂടി നമുക്കിവിടെ പഠിക്കാനുള്ളൂ. അതോടുകൂടി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. നമുക്കതാണ് പഠിക്കേണ്ടത്. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വാസ് ഫോംഡ് ഇൻ 1993 December 3rd. ഈ 1993 December 3rd 1993 ഡിസംബർ 3-ാം തീയതിയാണ് കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് കേരള, കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ 243K. 243 എവിടെ വരുന്നതാണ്? പഞ്ചായത്ത് രാജ് ആക്റ്റിൽ വരുന്നതാണ്. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം തന്നെയാണ് പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നത്. പഞ്ചായത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് നൽകിയത് 73rd അമെൻമെൻറ്റ് ആക്ട് 1992 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി നമ്മൾ അമെൻമെൻറ്റ് പ്രൊവിഷനിൽ അതൊക്കെ പഠിക്കാൻ പോവുകയാണ്. ആ 73rd അമെൻമെൻറ്റ് ആക്ടിനെ വിളിക്കുന്ന പേരാണ് പഞ്ചായത്ത് രാജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ആക്ട് എന്നറിയപ്പെടുന്ന പഞ്ചായത്ത് രാജ് ആക്ട് ഇൻ ഇന്ത്യ, പഞ്ചായത്ത് രാജ് എന്നല്ല, പഞ്ചായത്ത് രാജ് ആക്ട് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 73rd അമെൻമെൻറ്റ് ആക്ട്, 73ാം ഭേദഗതി. അതിലൂടെയാണ് ഈ ആർട്ടിക്കിളുകളൊക്കെ ഉൾപ്പെടുത്തിയത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട. അപ്പോൾ പഞ്ചായത്ത് രാജ് ആക്റ്റിൽ കിടക്കുന്ന 243K എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. അല്ലെങ്കിൽ ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു പഞ്ചായത്ത് ഇലക്ഷൻ എന്നോ, ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ഇലക്ഷൻ ടു ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡി എന്നോ, ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നോ ഒക്കെ ചോദിച്ചാൽ എഴുതേണ്ടത് ആർട്ടിക്കിൾ 243K ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നോക്കൂ, നമ്മൾ കഴിഞ്ഞ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ദി സൂപ്പറിൻറ്റൻഡൻസ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഓൾ ഇലക്ഷൻ ടു പഞ്ചായത്ത് ഷാൽ ബി വെസ്റ്റഡ് ഇൻ ദി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ കണ്ടക്ടഡ് ഇലക്ഷൻ ടു ദി ഓഫീസ് ഓഫ് പ്രസിഡന്റ്, ഇലക്ഷൻ ടു ദി ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്, ഇലക്ഷൻ ടു ദി ലോക്സഭ, ഇലക്ഷൻ ടു രാജ്യസഭ, ഇലക്ഷൻ ടു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ഇത്രയല്ലേ നമ്മൾ പറഞ്ഞത്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കണ്ടക്ട്സ് ആൻഡ് സൂപ്പർവൈസ് ഇലക്ഷൻ ടു ദി ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡീസ് ഓർ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നതാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. തെറ്റരുത്. ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതായത് ഇലക്ഷൻ ടു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് കണ്ടക്റ്റഡ്. പലരും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് എഴുതി വെച്ചു. എന്തേ അങ്ങനെ എഴുതി എന്ന് ചോദിച്ചാൽ അത് അവരെ ഉത്തരം പറയുന്നത് ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് ആൻസർ ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ ന്യായീകരണങ്ങൾ. അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരു റോളേ ഉള്ളൂ, കണ്ടക്ട് ഇലക്ഷൻ ടു ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡീസ്. അതുമാത്രം, അതിന് മുകളിൽ വരുന്നതെല്ലാം നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെന്ന് ഓർക്കുക. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഗവർണർ. Election Commission of India is appointed by the President, but State Election Commission is appointed by Governor. The State Election Commission shall have the status equal to the Judge of High Court. നമ്മളവിടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ആ ഇലക്ഷൻ കമ്മീഷന് അല്ലെങ്കിൽ ആ ഇലക്ഷൻ കമ്മീഷണർക്ക് ആരുമായിട്ടാണ് സ്റ്റാറ്റസിൽ ഈക്വൽ ഉള്ളതെന്ന് നമ്മൾ പഠിച്ചു, സുപ്രീം കോർട്ട് ജഡ്ജ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ ഹാവ് ദി സ്റ്റാറ്റസ് ഈക്വൽ ടു ദി ജഡ്ജ് ഓഫ് ഹൈ കോർട്ട് ഇൻ സ്റ്റേറ്റ് ലെവൽ, അല്ലേ? സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ ഹാവ് ദി സ്റ്റാറ്റസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോടതി ജഡ്ജിക്ക് സമാനമായ പദവിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേത്. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് പദവിക്ക് സമാനമാണെന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ
പദവിക്ക് സമാനമാണ്. ഇനി നോക്ക്, ടേം ഓഫ് ഓഫീസ് വ്യത്യാസമുണ്ട്. ടേം ഓഫ് ഓഫീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 6 years or 65 years ഓഫ് ഏജ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇവിടെ 5 years ഓർ 65. അവിടെ പിന്നെ പ്രായം 65 വയസ്സ് തന്നെ പറയാം. പക്ഷേ കാലാവധി വരുമ്പോൾ 5 വർഷമേ ഇവിടെ ഉള്ളൂ. അവിടെ 6 വർഷമുണ്ടായിരുന്നു. ഏതിൻ്റെ? സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനിൽ. ഇവിടെ ടെന്യൂർ ഓഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ 5 years ഓർ 65 years ഓഫ് ഏജ് വിച്ച് എവർ ഈസ് ഏർലിയർ. 5 വർഷമോ 65 വയസ്സോ, തെറ്റിക്കരുത്. ഇനി നോക്കൂ, റെസിഗ്നേഷൻ ലെറ്റർ ടു ദി ഗവർണർ. ഒരു പോയിന്റ് ഓർത്ത് വെച്ചുകൊള്ളുക. അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഗീവ്സ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ ടു ഗവർണർ. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനിലാണെങ്കിലോ അത് പ്രസിഡന്റ് ആയിരിക്കും, അല്ലേ? അപ്പോൾ റെസിഗ്നേഷൻ ലെറ്റർ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് ഗിവൺ ടു റെസിഗ്നേഷൻ ലെറ്റർ ഓഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് ഗിവൺ ടു ആർക്കാണ്? ഗവർണർ. നോക്കൂ, ഇവിടെ ഞാൻ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനിൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മൾട്ടി മെമ്പർ ബോഡിയാണെന്ന് പറഞ്ഞു. there are 3 members എന്ന് പറഞ്ഞു. 1 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് 2 other ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്ന് പറഞ്ഞു. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ സിംഗിൾ മെമ്പറാണ്, ഒരാളേ ഉള്ളൂ. പക്ഷേ ഇൻ അഡീഷൻ ടു ദാറ്റ് മെമ്പർ എ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ്. മനസ്സിലാക്കണം, സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറേ ഉള്ളൂ, ഇലക്ഷൻ കമ്മീഷണർ ഒരാളേ ഉള്ളൂ. പക്ഷേ മറ്റൊരു പോസ്റ്റ് കൂടി ഉണ്ടല്ലോ, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സെൻറ്റർ, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് കോൾഡ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ. അപ്പോൾ ഇൻ അഡീഷൻ ടു ഇലക്ഷൻ കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് chief electoral officer is also appointed. Chief electoral officer is appointed by Election Commission of India. Election Commission of India, അപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ചോദിക്കാം, നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഗവർണർ. എന്നാൽ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് ആര്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. മറക്കരുത്, കാരണം അതൊരു സെൻട്രലിൻ്റെ പ്രതിനിധിയായി വരുന്നയാളാണ്. അത് നിയമിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. എന്നാൽ സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്, അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 243K. ഫസ്റ്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് കേരളത്തിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ MSK രാമസ്വാമി. ഒരു പ്രസൻറ്റ് കൂടി ഞാൻ പറയാം. പ്രസൻറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞാൽ A. ഷാജഹാൻ. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ നിങ്ങൾ. ഇപ്പം നിലവിൽ A. ഷാജഹാനാണ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് MSK രാമസ്വാമിയാണ് ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിലവിലത് A. ഷാജഹാൻ. നോക്കൂ, ഇത് മിനിമം ഏജ് ഓഫ് കണ്ടസ്റ്റിംഗ് ഇലക്ഷൻ ടു ദി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്ര? 21 വയസ്സ്. 21 വയസ്സായ ആർക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാം, അല്ലേ? 21 വയസ്സായ മാത്രം മതി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാം. എന്നാൽ നമ്മൾ മിനിമം ഏജൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപതി, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഗവർണർ 35 years എങ്കിലും ആകണം. മെമ്പർ ഓഫ് രാജ്യസഭ, മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ 30 വയസ്സ്, മെമ്പർ ഓഫ് ലോക്സഭ, മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി 25 years, മെമ്പർ ഓഫ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്ര? 21 years. ക്ലിയർ ആയല്ലോ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ക്ലാസ് വളരെ ഒരു ചെറിയ ക്ലാസ് ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്, നോട്ടയുമായി ബന്ധപ്പെട്ട്, VVPATുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്.
അപ്പോൾ ഇനി അടുത്ത ഒരു ക്ലാസ് കൂടി ആകുമ്പോഴാണ് നമ്മളിത് പൂർത്തീകരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇനി നമ്മുടെ സെഷൻ എന്തായിരിക്കും. ഇതുവരെ പഠിച്ച ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും മോഡൽ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്ന ഒരു ചെറിയ സെഷൻ കൂടി ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ ഉണ്ടാകും. അപ്പോൾ ആ ക്ലാസ് വരെ കാത്തിരിക്കുക. ഉടൻ തന്നെ നമുക്ക് ആ ക്ലാസ് കൂടി നമുക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വലിയ വിജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.